ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത് അഫ്കാറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസുകൾ ആദ്യം പറയാം, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങളെല്ലാവരും റെഡി ആണല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. വാട്ട് ഈസ് സിമ്പിൾ ഇൻട്രസ്റ്റ്? എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. പി എന്ന് പറഞ്ഞ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ? പി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എമൗണ്ട്, പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ഇനീഷ്യൽ എമൗണ്ട്. ഇതാണ് ഞാൻ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. ഓക്കെ ആണോ? എൻ ഇയർ ആണ്. ഓക്കെ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. നമ്മളത് R/100 എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ 20% എന്ന് പറയുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ ആർ ആണ് ഫോർമുലയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുമ്പോൾ 20/100 എന്ന് വേണം നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇൻട്രസ്റ്റ് പെർ ആനം, അപ്പോൾ 30% എന്ന് പറയുമ്പോൾ ഫോർമുലയിൽ നമ്മൾ സ്മോൾ ലെറ്റർ ആർ ആണ് ഉപയോഗിക്കുന്നത്. അത് 30/100 എന്ന് എഴുതിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ അല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ R/100 എന്ന് വേണമെങ്കിൽ എഴുതാം, നോ പ്രോബ്ലം. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർമുല ഈസ് ഈക്വൽ ടു ഐ എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഐ ഈക്വൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു ആർ, PNR. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല. നമുക്ക് എത്ര എക്സ്ട്രാ എമൗണ്ട് കിട്ടും, N ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് എക്സ്ട്രാ വരും, അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ആണ് ചോദിക്കണമെങ്കിലോ, ടോട്ടൽ എമൗണ്ട് ആണ് ചോദിക്കണമെങ്കിൽ എന്ത് വരും അറിയാമോ? ടോട്ടൽ എമൗണ്ട് ടി എന്നോ ഇതിൽ പേര് കൊടുക്കാം നമുക്ക്. P ഇൻറ്റു 1 + NR എന്ന് എഴുതണം. അതായത് P + PNR നിന്ന് കിട്ടുന്നതാ. P അതായത് ഇനീഷ്യൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്, അതാണല്ലോ ടോട്ടൽ എമൗണ്ട്. ഈ രണ്ട് ഫോർമുലയും നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ രണ്ട് ഫോർമുല അറിയണം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. P ഈസ് ദ ഇനീഷ്യൽ എമൗണ്ട്, N ഈസ് ദ നമ്പർ ഓഫ് ഇയർ, R എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല PNR, ടോട്ടൽ എമൗണ്ട് T ഈക്വൽ ടു P ഇൻറ്റു 1 + NR. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല പറയാം, ഞാൻ പറഞ്ഞുതരാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അപ്പം നമ്മളത് ഇവിടെ ഡെറിവേഷൻ പഠിക്കണില്ല, ജസ്റ്റ് ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. കേട്ടല്ലോ? ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ഈ ഫോർമുല വന്നത് എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല, അതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല വരുന്നത് P ഇൻറ്റു 1 + R/100, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആർ എന്ന് എഴുതാം കേട്ടോ, റേസ് ടു N - 1. ഇതാണ് ഫോർമുല. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സ്മോൾ ലെറ്റർ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P ഇൻറ്റു 1 + R/100 ഓൾ റേസ് ടു N - 1, അല്ലെങ്കിൽ P ഇൻറ്റു 1 + സ്മോൾ ലെറ്റർ ആർ റേസ് ടു N - 1 വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ക്ലിയർ ആയല്ലോ? ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആസ് പെർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടോട്ടൽ എമൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോമ്പൗണ്ട് ആയിട്ടാണ്. മനസ്സിലായല്ലോ? കോമ്പൗണ്ട് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട്, കയ്യിൽ കിട്ടുന്ന എമൗണ്ട് കാണാനുള്ള ഫോർമുല P ഇൻറ്റു 1 + R/100 റേസ് ടു N. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഈ ഫോർമുലാസുകളെല്ലാം ബൈ ഹാർട്ടാക്കി വെക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല P ഇൻറ്റു 1 + R/100 റേസ് ടു N - 1 എഴുതണേ, മറക്കരുത്. ടോട്ടൽ എമൗണ്ട് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് ടോട്ടൽ എമൗണ്ട് N ഇയർ കഴിഞ്ഞാൽ എത്ര കിട്ടും, അങ്ങനെയാണ് ചോദിക്കണമെങ്കിൽ P ഇൻറ്റു 1 + R/100 ഓൾ റേസ് ടു N എന്ന് വേണം എഴുതാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? സോ നമുക്ക് ആദ്യം ഇതിനെ ബേസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ ഇതിനകത്ത് വേറെയും കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുണ്ട്, അത് പ്രോബ്ലത്തിന് തൊട്ട് മുമ്പ് നമുക്ക് പഠിക്കാം അല്ലേ? സോ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് ചെയ്യുന്നത്. ഇത് അഫ്കാറ്റ് 2024 ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ നമുക്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ മാത്രമല്ല,
ഇപ്പോൾ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ആയാലും അവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. പോപ്പുലേഷൻ ഗ്രോത്ത് ഞാൻ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ദ കറന്റ് പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് 6,500. If it has been growing at the rate of 10% compounded every year for the past few years, what was the population of the town 2 years ago? 2 വർഷം മുമ്പത്തെ കാര്യമാണ് കേട്ടല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ 2 years back. അപ്പോൾ ഞാനിവിടെ സൊല്യൂഷൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. 2 years back, 2 years back population equal to, അതാണല്ലോ നമ്മളെ ക്വസ്റ്റ്യൻ. നമുക്കത് പി ആണെന്ന് അസ്യൂം ചെയ്താലോ? ഓക്കെ ആണല്ലോ, നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം. 2 വർഷം മുമ്പത്തെ പോപ്പുലേഷൻ പി ആണ്. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്തായത്? 6,500 ആയത്. മനസ്സിലായല്ലോ? 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അത് 6,500 ആയി മാറിയത്. അപ്പോൾ ഇനീഷ്യൽ ഇത് പോപ്പുലേഷൻ പി ആണ്. പിന്നെ R 10 ആണ് അല്ലേ? ശരിയാണല്ലോ, R = 10 ആണ്. R/100 എന്നാണ് നമ്മൾ ഫോർമുലയിൽ ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ R 10 ആണ് എവ്രി ഇയർ അല്ലേ? പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇവിടെ കറന്റ് പോപ്പുലേഷൻ എത്രയാണ്? 6,500 ആണ് അല്ലേ? അപ്പോൾ ഇനീഷ്യൽ പോപ്പുലേഷൻ പി ആണ്. 2 വർഷം കഴിഞ്ഞിട്ടുള്ള പോപ്പുലേഷനാണ് 6,500. അത് നമ്മളെ ഫോർമുല, ടോട്ടൽ എമൗണ്ടിൻ്റെ ഫോർമുലയില്ലേ, അത് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. 2 വർഷം കഴിയുമ്പോൾ വരുന്ന ടോട്ടൽ പോപ്പുലേഷൻ വിൽ ബി പി ഇൻറ്റു 1 + R/100 അല്ലേ? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണല്ലോ അല്ലേ? 10/100 റേസ് ടു n ആണ്. അപ്പോൾ ഇനീഷ്യൽ പോപ്പുലേഷൻ പി ആണ്. ഓരോ വർഷം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് 10% ആണ്. 2 വർഷം കഴിഞ്ഞ് വരുന്ന പോപ്പുലേഷൻ കാണാനുള്ള ഫോർമുല പി ഇൻറ്റു 1 + R/100 റേസ് ടു n ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ അതേ ഫോർമുല തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ 6,500. പിന്നെ ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പുകളൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അല്ലേ? സോ ഇതെങ്ങനെ വരും? പി ഇൻറ്റു 1 + 10/100 0.1 ആണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. 1.1 അല്ലേ? പി ഇൻറ്റു 1.1 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? = 6,500. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ പി എങ്ങനെ കാണാം? പി ആണല്ലോ 2 വർഷം മുമ്പത്തെ പോപ്പുലേഷൻ. പി കാണാനുള്ള ഫോർമുല 6,500 ഈ 1.1 സ്ക്വയർ അങ്ങോട്ട് എടുക്കുക. 1.1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 1.21 ആണ്. ഇവിടെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സ്റ്റെപ്പുകൾ, ഡിവിഷൻ ചെയ്യുന്ന സ്റ്റെപ്പുകളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ 6,500 / 1.21 കിട്ടും. ശരിയാണല്ലോ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അതായത് മുകളിലും താഴെ ജസ്റ്റ് ഒരു 100 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? മുകളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടുത്തെ പോയിന്റ് പോവും. എന്നിട്ട് നിങ്ങളൊന്ന് ഡിവിഷൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അറൗണ്ട് 50,000, അപ്രോക്സിമേറ്റ്ലി 50,000 നിങ്ങൾക്ക് കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? സോ ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് മനസ്സിലായോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം അല്ലേ? ഇത് അഫ്കാറ്റ് 2023 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. The difference between simple interest and compound interest on a certain sum of money for 2 years at 10% per annum is ₹631. Find the sum. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇനീഷ്യൽ എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല അല്ലെ? ഫൈൻഡ് ദ സം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എമൗണ്ട് ആണ് ഉദ്ദേശിച്ചത്. ഇനീഷ്യൽ എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്താലോ? ഇനീഷ്യൽ എമൗണ്ട് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഇനീഷ്യൽ എമൗണ്ട് എന്ന് പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാണ്. ഇനീഷ്യൽ എമൗണ്ട് പി ആണ്. 2 years ആണ് അല്ലേ? n = 2 ആണ്. ഇവിടെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഷോർട്ട് ഫോമിൽ നമുക്ക് CI എന്ന് എഴുതിയാലോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഷോർട്ട് ഫോമിൽ CI എന്ന് എഴുതാം. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല? ഓർമ്മയുണ്ടോ? P ഇൻറ്റു 1 + R/100 റേസ് ടു n -1 ആണ്. ആ -1 ഇട്ടില്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ആണ്, മാറിപ്പോവരുത്.
മാറിപ്പോവില്ലല്ലോ. -1 ഇട്ടില്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ആണ്, ഇവിടെ ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്, എക്സ്ട്രാ എമൗണ്ട്. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല. ഓക്കെ ആണല്ലോ. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല ആണെങ്കിലോ ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. എന്താണ്? PNR. PN ഇൻറ്റു സ്മോൾ ലെറ്റർ ആർ ആണ്. നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ R/100 എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. എന്തായാലും ഇവിടെ നമ്മൾ R/100 എന്ന് എഴുതിയല്ലോ. PNR ആണ്, അതിൽ R സ്മോൾ ലെറ്റർ ആർ എന്ന് നമുക്ക് R/100 എന്ന് എഴുതാം. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കണമല്ലോ അല്ലേ? നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഡിഫറൻസ് എടുക്കാം? നമുക്ക് വേണമെങ്കിൽ വാല്യൂ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ P ഇപ്പോഴും എന്താണെന്ന് നമുക്കറിയില്ല. 1 + R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% അല്ലേ? 10/100 റേസ് ടു N എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ, -1 ആണ്. നമുക്കത് വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ P ഇൻറ്റു കാൽക്കുലേഷൻ ഞാൻ പറയണ്ടല്ലോ. 1.1 സ്ക്വയർ 1.21 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 1.1 സ്ക്വയർ 1.21, 1.21 -1 0.21 കിട്ടും. ശരിയാണല്ലോ. അപ്പൊ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി അല്ലേ? ശരിയല്ലേ? ഇവിടെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലോ P ഇൻറ്റു N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, R/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/100. ഇത് എത്ര വരാ? 0.2p അല്ലേ? ശരിയല്ലേ? 0.2p. മറ്റേത് 0.21p ആണ് അല്ല, മറ്റേത് 0.21p ആണ്. നോർമലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും കൂടുതൽ കമ്പയർഡ് ടു സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 0.21p ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2p ആണ്. 0.21 മൈനസ് 0.2 അല്ലേ? ചെയ്യാനറിയാമല്ലോ അല്ലേ? 0.21 മൈനസ് 0.2 ചെയ്ത് കഴിഞ്ഞാൽ 0.01 വരും, P വരും അല്ലേ? കറക്റ്റ് ആണല്ലോ? അതെ. ഇത് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. ഇത് 631 ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഡിഫറൻസ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 631 ആണ്. അപ്പോൾ 0.01 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ P = 631 ഡിവൈഡ് ബൈ 0.01 എന്ന് വരും. ശരിയല്ലേ? നിങ്ങൾക്ക് ചെയ്യാനറിയാം അല്ലേ? മുകളിലും താഴെയും ജസ്റ്റ് ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടുത്തെ പോയിന്റ് ഒഴിവായി കിട്ടും. അപ്പോൾ എന്ത് വരും? ആൻസർ 63100, താഴെ 1 വരും അല്ലേ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ താഴെ 1 വന്നു. അപ്പോൾ ആൻസർ 63100 ആണ്. ഇനീഷ്യൽ എമൗണ്ട്, അതാണ് ക്വസ്റ്റ്യൻ. 63100. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയല്ലോ. സോ ഇത് അഫ്കാറ്റ് 2023 ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഇത് അഫ്കാറ്റ് 2023 ആണ്. A lends 4,000 to B and a certain sum to C at the simple interest, okay, at same time at 7% per annum simple interest. If after 5 years A receives rupees 3,500 as interest from B and C, what is the difference of the sum given to B and C by A? ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എ എന്ന് പറഞ്ഞ ആള് ബിക്കും സിക്കും എമൗണ്ട് കൊടുക്കുകയാണ്, കടം കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? എ എന്ന് പറഞ്ഞ ആള് ബിക്ക് എത്ര കൊടുത്തു? 4,000 കൊടുത്തു. സിക്ക് എത്ര കൊടുത്തു? എത്രയോ എമൗണ്ട് കൊടുത്തു. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല അത്. ബിക്ക് 4,000 കൊടുത്തു, സിക്ക് എത്രയോ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് 7% per annum ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 5 years കഴിഞ്ഞപ്പോൾ എക്ക് രണ്ടുപേരിൽ നിന്നും എക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്, ടോട്ടൽ എമൗണ്ട് അല്ല, രണ്ടുപേരിൽ നിന്നും എക്ക് കിട്ടിയ ടോട്ടൽ ഇൻട്രസ്റ്റ് 3,500 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് സം ഗിവൺ ടു ബി ആൻഡ് സി? ബിക്ക് കൊടുത്ത എമൗണ്ടിന്റെയും സിക്ക് കൊടുത്ത എമൗണ്ടിന്റെയും ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ബിക്ക് കൊടുത്ത എമൗണ്ട് നമുക്ക് ഇനീഷ്യൽ എമൗണ്ട് നമ്മൾ സാധാരണ പി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണല്ലോ ഡിനോട്ട് ചെയ്യാറ്. പി ബി എന്ന് എഴുതിയാലോ? പി ബി എന്ന് പറഞ്ഞാൽ ബിക്ക് കൊടുത്ത എമൗണ്ട് പി ബി, അത് 4,000 ആണെന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സിക്ക് കൊടുത്ത എമൗണ്ട് എന്താണെന്ന് അറിയില്ല. സിക്ക് എത്രയോ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ബിക്കും കൊടുത്തിട്ടുണ്ട്, സിക്കും കൊടുത്തിട്ടുണ്ട്. ബിക്ക് 4,000 കൊടുത്തു, സിക്ക് എത്രയോ കൊടുത്തു, അത് പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനില്. പി സി മനസ്സിലായല്ലോ? പി സി എന്താണെന്ന് അറിയില്ല. 5 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ N = 5 years ആണ് N. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 7%. ക്യാപിറ്റൽ ലെറ്റർ R 7.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് പേരിൽ നിന്നും ഉള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് അല്ലേ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫ്രം ബി പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫ്രം സി. അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന 3500. ക്ലിയർ ആയല്ലോ? രണ്ട് പേരിൽ നിന്നും കിട്ടിയ ഇൻട്രസ്റ്റിന്റെ ടോട്ടൽ അതാണ് 3500. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ പി ബി മൈനസ് പി സി, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ. പി ബി മൈനസ് പി സി ആണ് ക്വസ്റ്റ്യൻ. പി സി എന്താണെന്ന് അറിഞ്ഞാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പി സി എന്താണെന്ന് വേണം. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ബൈ ബി, സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ബി അല്ലേ, അത് കാണണമെങ്കിൽ നമുക്ക് പി എൻ ആർ ഉപയോഗിക്കാമല്ലോ അല്ലേ. പി ബി എൻ ആർ, ആർ എന്ന് പറഞ്ഞാൽ R/100 എന്ന് എഴുതിക്കോ അല്ലേ. ഇതാണ് ഇൻട്രസ്റ്റ് ഫ്രം ബി. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം സി എത്രയാണ്? പി എൻ ആർ എന്നാ, പി സി ഇൻറ്റു NR/100. ശരിയാണല്ലോ? ഇതെത്രയാണ്? 3500 ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പി ബി അറിയാം, പി സി എന്താണെന്ന് അറിയില്ല അല്ലേ. നമുക്കിത് വേണമെങ്കിലേ ഇവിടെ N അറിയാം, R ഒക്കെ അറിയാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവിടെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ NR/100 കോമൺ ആണല്ലോ അല്ലേ. ഈ രണ്ട് ടേമിലും NR/100 കോമൺ ആണ്. നമുക്കിത് ഇന്ന് പി സി കിട്ടും. പി സി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായല്ലോ. അപ്പോൾ നമുക്ക് പി ബി പ്ലസ് പി സി എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? NR/100 കോമൺ ആണ്, പുറത്തോട്ട് എടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 അല്ലേ, 7/100. റൈറ്റ് സൈഡിൽ എന്ത് തോന്നുന്നു? 3500 എന്ന് കിട്ടി അല്ലെ. കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് എടുത്തേക്കണം. അപ്പോൾ നമുക്ക് പി ബി പ്ലസ് പി സി എന്ന് പറയുമ്പോൾ ഇത് 35/100 ആണല്ലോ. ഈ 35/100 അങ്ങോട്ട് എടുക്കാമല്ലോ. അപ്പോൾ 3500 ഇൻറ്റു ഈ 35/100 അവിടെ എത്തുമ്പോൾ 100/35 ആവും അല്ലേ. ശരിയാണല്ലോ? 35/100 അവിടെ എത്തുമ്പോൾ 100/35. ഇവിടെ 35 വെട്ടിപ്പോയിട്ട് എത്ര വരും നോക്കിയേ? 10000 വരും. 10,000 കിട്ടും. ശരിയല്ലേ? നോക്കിയേ, കറക്റ്റ് അല്ലേ? 10000. യെസ്, 10,000 ആണ്. അപ്പോൾ അതിൽ പി ബി നമുക്ക് 4000 ആണെന്ന് കിട്ടിയിട്ടുണ്ട്, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 മൈനസ് 4000, ദാറ്റ് ഈസ് 6000 കിട്ടും. ക്ലിയർ ആയല്ലോ? സിക്ക് കൊടുത്ത എമൗണ്ട് 6000 ആണെന്ന് കിട്ടി. ഇവിടം വരെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ഓഫ് ദ എമൗണ്ട് ഗിവൺ ടു ബി ആൻഡ് സി? അതായത് പി സി മൈനസ് പി ബി ആണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഡിഫറൻസ് ഓഫ് ദ എമൗണ്ട് ഗിവൺ ടു ബി ആൻഡ് സി ആണ് ക്വസ്റ്റ്യൻ. ഇപ്പം മനസ്സിലായല്ലോ? പി സി എന്ന് പറഞ്ഞാൽ 6000 ആണ്, മൈനസ് പി ബി എന്താണെന്ന് അറിയാമോ? പി ബി 4000 ആണ്. രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്താൽ 2000 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. സോ ഇത് ക്ലിയർ ആയി. ഇത് അഫ്ക്യാറ്റ് 2023 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഇത് 2022 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഓഫ് മണി അറ്റ് ദ റേറ്റ് ഓഫ് 5% per annum. 5p എന്ന് പറഞ്ഞാൽ 5% per annum എന്നാണ് ഉദ്ദേശിക്കുന്നത്. For 8 years is 840. The rate of interest for which the same amount of interest can be received on the same sum after 5 years. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സർട്ടൻ സം ഓഫ് മണി, എത്രയോ എമൗണ്ട് ഉണ്ട്, അത് എത്രയാണെന്ന് പറയുന്നില്ല. 5% per annum ആണ് റേറ്റ്. 8 years കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി? ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. 840 rupees കിട്ടി ഇൻട്രസ്റ്റ്. The rate of interest for which the same amount of interest can be received on the same sum after 5 years. അതായത് ഇതേ എമൗണ്ട് 840 തന്നെ കിട്ടണം, 5 വർഷം കൊണ്ട് കിട്ടണം. ഇതിപ്പോൾ 8 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ എമൗണ്ട് ആണല്ലോ. എനിക്ക് 5 വർഷം കൊണ്ട് 840 ഇൻട്രസ്റ്റ് കിട്ടണം. സെയിം എമൗണ്ട് തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. 8 വർഷം കൊണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് എനിക്ക് 5 വർഷം കൊണ്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് വരേണ്ടത്? ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനീഷ്യലി എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല, നമുക്ക് പി എന്ന് എഴുതാം. ഇനീഷ്യൽ എമൗണ്ട് അറിയില്ല, പി എന്ന് എഴുതാം. PNR ആണല്ലോ ഇൻട്രസ്റ്റ്. ഇവിടെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് അല്ലേ. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/100 ആണ്.
ഇത് എത്രയാണ്? 840 ആണെന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പി ആണ് അസ്യൂം ചെയ്തേര്. PNR/100. N എന്ന് പറഞ്ഞാൽ 80 years ആണ്, R എന്ന് പറഞ്ഞാൽ 5/100 ആണ്, 840 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇതേ എമൗണ്ട് തന്നെ കയ്യിൽ കിട്ടണം, 5 വർഷം കൊണ്ടാണെന്ന് മാത്രം. അപ്പോൾ ഞാനിത് അങ്ങോട്ട് എടുത്ത് അറേഞ്ച് ചെയ്യണില്ല, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടി ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഞാൻ സെയിം എമൗണ്ട് പി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, പക്ഷേ 8 വർഷം കൊണ്ട് കിട്ടുന്ന എമൗണ്ട് 5 വർഷം കൊണ്ട് കിട്ടണം. ഇപ്പോൾ PNRൽ ഇപ്പോഴത്തെ N5 ആണ്. സെയിം എമൗണ്ട് പി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളൂ. മനസ്സിലായല്ലോ? N5 ആണ്. നേരത്തെ 8 ആയിരുന്നു, ഇപ്പോൾ 5 ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ എമൗണ്ട് റേറ്റ് ആണ്, R/100. നേരത്തെ അല്ല, ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായാലും മാറണമല്ലോ. എന്ത് തന്നെ കിട്ടണം? 840 തന്നെ കയ്യിൽ കിട്ടുകയും വേണം. അങ്ങനെയാണെങ്കിൽ ആ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ന്യൂ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ? ഇത് നമ്മൾ പെട്ടെന്ന് ഞാൻ ചെയ്ത് കാണിച്ചേ. ഒന്നുമില്ല, ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 അങ്ങോട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇക്വേഷൻ 1/2 ചെയ്താലോ? 1/2 ചെയ്ത കുറേ ആൾക്കാരൊക്കെ വെട്ടിപ്പോകുന്നുണ്ടല്ലോ. 1/2 ചെയ്ത് നോക്കിയേ. P/P ക്യാൻസലായി പോയി, 8/5 ക്യാൻസൽ ആയില്ല. ഓക്കെ, അത് ഇങ്ങനെ ഇരിക്കട്ടെ. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒരു ക്യാൻസലേഷൻ ഉണ്ട്. 100 വെട്ടിപ്പോവല്ലോ, മുകളിലും താഴെ ഒരു 5/6 വരും. 5ഉം വെട്ടിപ്പോവും, അത് ഞാൻ അടുത്ത സ്റ്റെപ്പിലായിരുന്നു, അതല്ല നല്ലത്. അപ്പോൾ 100 വെട്ടിപ്പോയി, പിയും വെട്ടിപ്പോയി. 8/5 ഇൻറ്റു 5/6, റൈറ്റ് സൈഡിൽ 840/841 ആണ്. ശരിയാണല്ലോ? അപ്പോൾ ഇവിടെ 5ഉം ക്യാൻസൽ ആയിട്ട് 8/6 = 1 കിട്ടും അല്ലേ? 8/R = 1 കിട്ടും. അപ്പോൾ R = 8 എന്നിട്ട് ഒരു പെർസെൻറ്റേജ് സിമ്പിൾ ഇട്ടാൽ മതി. ദ ന്യൂ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 8%. ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? പോവാം.